ഹായ് മക്കളെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാര് അവരുടെ EVS അഥവാ പരിസര പഠനവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ, അതും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ മുന്നേ വർഷങ്ങളിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറി പുതിയ സിലബസ് ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ പുതിയ സിലബസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മുന്നേ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെയാണ് ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ വേഗം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം അല്ലെ. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾ EVSുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ എക്സാമിന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ചെടിയുടെ ചിത്രം തരികയാണെങ്കിൽ അതിന്റെ ഓരോ പാർട്ടും ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്താനായിട്ട്, അവയുടെ പേരുകൾ അടയാളപ്പെടുത്താനായിട്ട് മക്കൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അത് ഒരുവിധം എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണ്. നമുക്ക് മുന്നേ അത്തരത്തിലൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്തു, ഇതേ രീതിയിൽ ഒരു ചെടിയുടെ ചിത്രം തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ ഓരോ ഭാഗത്തിന്റെ പേര് മക്കളെടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം അല്ലെ. നോക്കിക്കേ മക്കളെ, ഇത് ഏതാണ്, ചെടിയുടെ ഏത് ഭാഗമാണിത്? അത് പൂവാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏതാണ്? പൂവാണ്. ഓക്കെ, അടുത്തത് ഇത് ഏതാണ് മക്കളെ പാർട്ട്? ഇത് ഏതാണ് പാർട്ട്? ചെടിയുടെ ഇലയാണ് അല്ലെ, ഇല. അടുത്തത് ഇത് ഏതാണ് മക്കളെ? ചെടിയുടെ തണ്ടാണ് അല്ലെ. തണ്ടിന് നമ്മൾ മറ്റൊരു പേര് കൂടി പറയും. എന്താണത്? അതുകൂടി ഓർത്തിരിക്കുക കേട്ടോ. കാണ്ഡം എന്ന് പറയും അല്ലെ. കാണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ചെടിയുടെ തണ്ടിനെയാണ് അല്ലെ. അടുത്തത് ഇത് എന്താണ് മക്കളെ? ഇത് ഏത് ഭാഗമാണ്? ചെടിയുടെ വേരാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക, ചെടിയുടെ ഓരോ ഭാഗങ്ങളുടെ പേരുകളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇത് നമുക്ക് മുന്നേ ഇതേ രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ചെടിയുടെ ഭാഗങ്ങളുടെയും പേരുകൾ ഇതുപോലെ മാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചെടിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് ചോദിക്കാവുന്ന മറ്റൊരു കാര്യമാണ് ഈ ചെടിയുടെ ഓരോ ഭാഗങ്ങളുടെയും ധർമ്മങ്ങൾ എന്താ എന്നുള്ളത്. അത് നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ മക്കളെ, എന്താണ് വേരിന്റെ ധർമ്മം? എന്താണ്? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്താണ്? ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാണ്? വേരാണ് ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് അല്ലെ. വേറെ എന്തെങ്കിലും പണികൾ ഉണ്ടോ വേരിന്? ഉണ്ടോ? മണ്ണിൽ നിന്ന് ജലവും അതുപോലെ തന്നെ പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത് ആരാണ്? ചെടിക്ക് ആവശ്യമായിട്ടുള്ള ജലവും പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത് ആരാണ്? ആരുടെ ഡ്യൂട്ടിയാണ്? വേരിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. അപ്പൊ വേരിന്റെ ധർമ്മം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എന്താണ്? ജലവും അതുപോലെ തന്നെ പോഷകങ്ങളും വലിച്ചെടുക്കാനും ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുക അല്ലെ. ഇതൊക്കെയാണ് നമ്മുടെ വേരിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ തണ്ടിന്റെ ധർമ്മം എന്താണ് മക്കളെ? എന്താണ്? നമ്മുടെ ഈ വേര് വലിച്ചെടുക്കുന്ന ജലത്തെയും പോഷകത്തെയും ഒക്കെ നമ്മുടെ ഇലകളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ചെടിയിലുള്ള മറ്റു പാർട്ടിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണ്ടേ? അത് ആരുടെ പണിയാണ്? നമ്മുടെ തണ്ടിന്റെ പണിയാണ് അല്ലെ. അതായത് നമ്മുടെ കാണ്ഡത്തിന്റെ പണിയാണ്. അതുപോലെ തന്നെ ഇലയുടെ പണി എന്താണ് മക്കളെ? ഇലയുടെ പണി എന്താണ്? ആഹാരം പാകം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇലയിൽ വെച്ചിട്ടാണ് ആഹാരം പാകം ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ ഓരോ പാർട്ടിന്റെയും ധർമ്മം മക്കൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം കേട്ടോ. അത് നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ളതായിരുന്നു. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഈ ചെടിയുടെ ഭാഗങ്ങളും ഓരോ ഭാഗത്തിന്റെ ധർമ്മം എന്താ എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് ഈ ഒരു ചെടിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഒന്നാമത്തെ പാഠപുസ്തകത്തിൽ നമ്മൾ ഒരുപാട് ചെടികളെ ഔഷധികളെന്നും അതുപോലെ തന്നെ കുറ്റിച്ചെടികളെന്നും വള്ളിച്ചെടികളെന്നും മരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തരംതിരിച്ചിട്ടില്ലായിരുന്നോ? അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്കൊരു ചോദ്യം വരും കേട്ടോ. മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒരുപാട് സസ്യങ്ങളുടെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സസ്യങ്ങളെ മക്കൾ എന്ത് ചെയ്യണം? മരങ്ങളെന്നും അതുപോലെ തന്നെ വള്ളിച്ചെടികളെന്നും കുറ്റിച്ചെടികൾ അഥവാ ചെറിയ ചെടികളെന്നും ഔഷധികളെന്നും മക്കള് തരംതിരിക്കണം. അതേ രീതിയിലായിരുന്നു നമുക്ക് മുന്നേ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ടീച്ചർ കുറച്ച് സസ്യങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? മാവ്, ചെമ്പരത്തി, മത്തൻ, ചീര, തുളസി, റോസ്, പടവലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സസ്യങ്ങളുടെ പേരുകളുണ്ട് അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് മരങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നത്? ഏതാ? വലിയ മരങ്ങളെ കൂട്ടത്തിൽ പെടുന്നത് ഏതൊക്കെയാണ്? മാവുണ്ട്, അതുപോലെ തന്നെ പ്ലാവുണ്ട് അല്ലെ. അപ്പൊ ഇത് രണ്ടും എന്താണ്? വലിയ മരത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അല്ലെ, മാവും അതുപോലെ തന്നെ പ്ലാവും. ഇനി അടുത്തത് ടീച്ചർ ചോദിക്കട്ടെ, ചെറിയ ചെടികൾ അഥവാ കുറ്റിച്ചെടികളിൽ ഏതൊക്കെ പെടും മക്കളെ? ചെമ്പരത്തി അല്ലെ. ചെമ്പരത്തി ഏതാണ്? ചെറിയ ചെടിയിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ റോസ്, ഇത് രണ്ടും ഏതാണ്? ചെറിയ ചെടിയിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. അടുത്ത നോക്കിക്കേ മക്കളെ, നമ്മുടെ വള്ളിച്ചെടിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? വള്ളിച്ചെടിയിൽ ഉൾപ്പെടുന്നത് നോക്കിക്കേ, മത്തനുണ്ട്, അതുപോലെ തന്നെ പടവലം, ഇത് രണ്ടും എന്താണ്? വള്ളിച്ചെടിയിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. ഓക്കെ, ഇനി ഔഷധിയിൽ വരുന്നത് ഏതൊക്കെയാണ് ഇതിലുള്ളത്?
നമ്മുടെ തുളസി ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൂടിയുണ്ട്, ചീരയുണ്ട് അല്ലെ. ഇത് രണ്ടും ഏതിൽ പെടും, ഔഷധികളിൽ പെടും. അപ്പൊ അതേ രീതിയിൽ മക്കൾക്ക് കുറച്ച് സസ്യങ്ങളുടെ പേരുകളോ ചിത്രങ്ങളോ തന്നിട്ട് അവയെ തരംതിരിച്ച് പട്ടികപ്പെടുത്താനായിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്ത് പറഞ്ഞാണ് നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്, കുറ്റിച്ചെടികളെന്നും അഥവാ ചെറിയ ചെടികളെന്നും വള്ളിച്ചെടികളെന്നും ഔഷധികളെന്നും മരങ്ങളെന്നും നമ്മൾ തരംതിരിച്ചു അല്ലെ. ഓക്കെ മക്കളെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് മക്കൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിത്ത് മുളച്ചുണ്ടാവുന്ന സസ്യങ്ങള്, അതുപോലെ തന്നെ കമ്പ് നട്ടുണ്ടാവുന്ന സസ്യങ്ങള്, ഇല മുളച്ചിട്ടുണ്ടാവുന്ന സസ്യങ്ങള്, അതുപോലെ തന്നെ വേരിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടാവുന്ന സസ്യങ്ങൾ. ഇത്രയും സസ്യങ്ങളുടെ പേരുകളും അവയ്ക്ക് കുറച്ച് ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുക, മക്കളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ചിലപ്പം അതേ രീതിയിലും ക്ലാസിഫൈ ചെയ്യാനായിട്ട് മക്കൾക്ക് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സസ്യങ്ങളുടെ പേരുകൾ എഴുതാനായിട്ട് പറയും. ഇപ്പൊ ഇല മുളച്ചൊരു സസ്യത്തിന്റെ പേര് എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ ഏതാണ്, നമുക്കറിയാലോ ഏതാണ്, ഇലമുളച്ചി ഇല്ലേ. അപ്പൊ അതേ രീതിയിൽ മക്കളടുത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ സസ്യങ്ങളുടെ പേരുകൾ എഴുതാനായിട്ട് പറയും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ ഭാഗം കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം പഠിച്ചിട്ടിരിക്കുക കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പാഠഭാഗത്തിലോട്ട് വരാം. അവിടെ നമ്മൾ ഒരുപാട് ജീവികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ മക്കൾക്ക് അതിൽ നിന്ന് ബന്ധപ്പെടുത്തി വരാവുന്ന ഒരു ചോദ്യം ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ജീവികളുടെ പേരുകൾ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ജീവിയെ മക്കള് അവയുടെ സഞ്ചാര രീതിക്ക് അനുസരിച്ച് തരംതിരിക്കണം. എങ്ങനെയാണ് തരംതിരിക്കേണ്ടത്, അവയുടെ സഞ്ചാര രീതിക്ക് അനുസരിച്ച് തരംതിരിക്കണം. സഞ്ചാര രീതിക്ക് അനുസരിച്ച് നമ്മൾ എങ്ങനെയൊക്കെയാണ് ജീവികളെ തരംതിരിച്ചിട്ടുള്ളത്, ഇഴയുന്നവയുണ്ട്, നടക്കുന്നവയുണ്ട്, പറക്കുന്നവയുണ്ട് അല്ലെ. പിന്നെ വേണമെങ്കിൽ നമുക്ക് നീന്തുന്നവയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പൊ ടീച്ചർ ഇതാ ഇവിടെ കുറച്ച് ജീവികളുടെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മക്കൾ ഇവയെ എന്ത് ചെയ്യണം, സഞ്ചാര രീതിക്ക് അനുസരിച്ചിട്ട് തരംതിരിക്കണം കേട്ടോ. നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ഇതേ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അന്നും ഇതുപോലെ തന്നെ ജീവികളുടെ പേരുകൾ ഇങ്ങനെ ഒരു കൂട്ടായിട്ട് തന്നിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് വരാൻ ഏറെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ മക്കളെ. അപ്പൊ ഇതിൽ ആദ്യം നമുക്ക് നടന്നു വരുന്നവരെ കണ്ടെത്താം അല്ലെ. ആരൊക്കെയാണ്, ഒരാളിതാ മാൻ അല്ലെ. മാൻ എന്താണ്, നടന്നു വരുന്നവരെ കൂട്ടത്തിൽ പെടുന്നതാണ്. അടുത്തത് ഏതാണ്, അവിടെ ആനയുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ, നടന്നു വരുന്നവരിലുണ്ടോ, ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ രണ്ടുപേരെ നടന്നു വരുന്നവരെ കണ്ടെത്തി, മാനുമുണ്ട് ആനയും ഉണ്ട്. ഇനി അടുത്തതോ, പറന്നു വരുന്നവർ ആരെങ്കിലും ഉണ്ടോ നോക്കിക്കേ മക്കളെ. കൊക്ക് അല്ലെ. കൊക്ക് എങ്ങനെയാണ് വരിക, പറന്നു വരും അല്ലെ. കൊക്ക് എങ്ങനെയാണ് വരിക, പറന്നു വരുന്നവരുടെ കൂട്ടത്തിലുള്ളതാണ് കൊക്ക്. അടുത്തതോ പരുന്ത് അല്ലെ. പരുന്ത് എങ്ങനെയാണ് വരിക, പറന്നാണ് വരിക. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഇഴഞ്ഞു വരുന്നവരെ കണ്ടെത്തണം. ആരൊക്കെയാണ് ഇഴഞ്ഞു വരുന്നവരുള്ളത് മക്കളെ, പാമ്പ് എങ്ങനെയാണ് വരിക, ഇഴഞ്ഞു വരുന്നവരെ കൂട്ടത്തിലുള്ളതാണ്. അതുപോലെ തന്നെ തേരട്ടയും എന്താണ്, ഇഴഞ്ഞു വരുന്നവരുടെ കൂട്ടത്തിലുള്ളതാണ് അല്ലെ. അപ്പൊ മക്കൾ ഇത് ഓർത്തിരിക്കുക, സഞ്ചാര രീതിക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണ് ജീവികളെ തരംതിരിക്കുക എന്നുള്ള കാര്യം മക്കളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓക്കെ. പിന്നെ മക്കൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെയും കുറച്ച് ജീവിയുടെ പേരുകൾ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. പശു, സിംഹം, കോഴി, പൂച്ച, കടുവ, മാൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവയെ എന്ത് ചെയ്യുക, അവയുടെ ആഹാര രീതിക്ക് അനുസരിച്ച് തരംതിരിക്കാനായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, എന്തൊക്കെയാണ്, സസ്യാഹാരികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ മാംസാഹാരികള്, പിന്നെ മിശ്രാഹാരികൾ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവയെ നമുക്ക് എന്ത് ചെയ്യണം, സസ്യാഹാരികള്, മാംസാഹാരികള്, അതുപോലെ തന്നെ മിശ്രാഹാരികൾ എന്ന് പറഞ്ഞിട്ട് തരംതിരിക്കണം. നമുക്കൊന്ന് തിരിച്ചു നോക്കാം. പശു എന്തിൽ ഉൾപ്പെടുന്നതാ മക്കളെ, സസ്യാഹാരിയാണ് അല്ലെ. അടുത്തത് പിന്നെ വേറെ ഏതാണ് സസ്യാഹാരി ഉള്ളത്, ഇവിടെ മാനുണ്ട് അല്ലെ. പശു, മാൻ ഇവ രണ്ടും എന്തിൽ പെടും, സസ്യാഹാരിയിൽ ഉൾപ്പെടും അല്ലെ. അടുത്ത നോക്കിക്കേ മക്കളെ, നമുക്ക് മാംസാഹാരികളെ നോക്കാം. ഒന്ന് ഇവിടെ ഏതുണ്ട്, സിംഹമുണ്ട് അല്ലെ. സിംഹം എന്താണ്, മാംസാഹാരിയാണ്. അതുപോലെ തന്നെ കടുവയും എന്താണ്, മാംസാഹാരിയാണ് അല്ലെ. ഇനി നമുക്കുള്ളത് മിശ്രാഹാരിയാണ് അല്ലെ. അതായത് സസ്യാഹാരവും കഴിക്കണം, മാംസാഹാരവും കഴിക്കണം അല്ലെ. രണ്ടും കഴിക്കുന്നവയാണ് നമ്മൾ എന്തെന്ന് പറയാ, മിശ്രാഹാരി എന്ന് പറയുന്നത് അല്ലെ. ആരൊക്കെയാണ്, ഇവിടെ പൂച്ചയുണ്ട്, അതുപോലെ തന്നെ കോഴിയുണ്ട് അല്ലെ. അപ്പം ഇങ്ങനെയാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ജീവികളെ അവയുടെ ആഹാര രീതിക്ക് അനുസരിച്ചിട്ട് തരംതിരിക്കേണ്ടത് കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓക്കെ. പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മുന്നേ ഒരു വർഷം ഒരു പരീക്ഷണക്കുറിപ്പ് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ആദ്യ പാഠഭാഗങ്ങളിൽ നമ്മളൊരു മഷിത്തണ്ട് വെച്ചിട്ടുള്ള ഒരു പരീക്ഷണം പഠിക്കുന്നുണ്ടല്ലോ. മഷിത്തണ്ട് എന്ത് ചെയ്യുക, ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് മഷി കലക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, മഷിത്തണ്ട് അതിൽ ഇറക്കി വെച്ചിട്ട് നമ്മൾ വെയിലത്ത് കൊണ്ടുവച്ചിട്ട് അതിന്റെ മാറ്റമൊക്കെ നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ആ ഒരു പരീക്ഷണത്തിന്റെ കുറിപ്പ് എഴുതാനായിട്ട് നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ ഒരു പരീക്ഷണവും ആ പരീക്ഷണത്തിന്റെ കുറിപ്പ് എങ്ങനെ എഴുതുക എന്നുള്ളതൊന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പരീക്ഷണക്കുറിപ്പ് എഴുതാനായിട്ടുള്ള ഒരു ചോദ്യം വരും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക,
അതൊന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. പിന്നെ മക്കൾക്ക് മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, നമ്മൾ ഒരുപാട് ശുദ്ധീകരണ മാർഗങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ നമ്മൾ മുച്ചട്ടി അരിപ്പയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ ഒരു പരീക്ഷണമൊക്കെ മക്കൾ ചെയ്തിട്ടുണ്ടായിരിക്കും ക്ലാസ്സിൽ. അപ്പൊ അതിന്റെ ഒരു ക്രമം മക്കളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ആദ്യ ചട്ടിയിൽ നമ്മൾ എന്തിടും? വലിയ ചരടുകളാണ് ഇടുക അല്ലെ. അതിനുശേഷം നമ്മൾ എന്തിടും? മണലിടും. പിന്നെ അതിനുശേഷമാണ് നമ്മൾ ചിരട്ടക്കരി ഇടുക അല്ലെ. അപ്പൊ ആ ഓർഡർ ഒന്ന് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. മുന്നേ ഒരു പ്രാവശ്യം നമുക്ക് ആ ഒരു ചിത്രം 3 ടൈപ്പിൽ A B C എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ തന്നിട്ട് ഏത് രീതിയിലാണ് ശരിക്കും ക്രമപ്പെടുത്തിയിട്ടുള്ളത്, ശരിയായി ക്രമപ്പെടുത്തിയിട്ടുള്ളത് ഏത് ചിത്രമാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആദ്യം ഏത് വരും? ചരല് വരും, പിന്നെ മണല് വരും, അതിനുശേഷമാണ് കരി വരിക അല്ലെ. അപ്പൊ ആ ഓർഡർ ഒന്ന് മക്കള് ഓർത്തിരിക്കുക കേട്ടോ. മുച്ചട്ടി അരിപ്പ. ഓക്കെ. അപ്പം പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ടുണ്ടായിരിക്കും. അത് മിക്കപ്പോഴും നമ്മുടെ അവസാന പാഠഭാഗം, അതായത് നമ്മൾ വൃത്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗമില്ലേ, അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് വരേണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടും പരിസരവും ഒന്ന് വൃത്തികേടാക്കി ഇടരുത്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വലിച്ചെറിയാൻ പാടില്ല, അത് ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാവും, അല്ലെങ്കിൽ ഈ കൊതുകോ ഈച്ചയോ ഒക്കെ പരത്തുന്ന രോഗങ്ങളെ കുറിച്ച് മറ്റുള്ളവരെ ബോധവൽക്കരിക്കാനായിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് പറയാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ആ പാഠഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി ഒരു പോസ്റ്റർ ഒക്കെ തയ്യാറാക്കാൻ പറയുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന ചിത്രങ്ങളൊക്കെ ഒന്ന് മക്കൾ വരച്ച് പഠിച്ചിട്ടൊക്കെ പോവുക കേട്ടോ. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിൽ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തി നന്നായിട്ട് നിറങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് കൂടുതൽ മാർക്കിലേക്ക് നിങ്ങൾ എത്തിക്കാനായിട്ട് അത് സഹായിക്കും കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഒരു പോസ്റ്റർ ഒക്കെ വരികയാണെങ്കിൽ എഴുതി തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ മക്കളൊന്ന് ഓർത്ത് വെച്ചിട്ട് പോവുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പാഠഭാഗത്ത് നിന്ന് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജലത്തിലൂടെ പകരുന്ന ഒരുപാട് രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. വയറിളക്കം, കോളറ, മഞ്ഞപ്പിത്തം അല്ലെ തുടങ്ങിയ രോഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ കൊതുക് പരത്തുന്ന രോഗങ്ങൾ, ഈച്ച പരത്തുന്ന രോഗങ്ങളൊക്കെ ഒന്ന് മക്കൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ചിലപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മുന്നേ വർഷങ്ങളിലൊക്കെ അത് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു രോഗങ്ങളെ കുറിച്ചൊക്കെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ EVS-ഉമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അപ്പൊ ടീച്ചർ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും മക്കൾ ഒരു കാരണവശാലും ഒഴിവാക്കിയിടരുത് കേട്ടോ. എന്തായാലും നമുക്ക് അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്, മുന്നേയും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.